ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ആമനയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ, ആലങ്കോട്ടേക്ക്. ഞാനുണ്ട്, ഉമ്മച്ചിയുണ്ട്, പിന്നെ അനീതിമാരുണ്ട്, മാമച്ചിയുടെ മക്കള്, ഉമ്മച്ചിമ്മ, അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ട് പോവാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ആമനയൊക്കെ അവിടെ നിപ്പുണ്ടായിരുന്നു കേട്ടോ. ആമനയുടെ സിസ്റ്റർ ഇൻ ലോയും പിന്നെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടി ഒരു കൂട്ടായിട്ട് കളിയൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാനൊക്കെ. അങ്ങനെ അവരുടെ കളിയൊക്കെ കുറച്ചു നേരം കണ്ടുകൊണ്ട് നിന്നിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറി കേട്ടോ. അത്യാവശ്യം ചൂടുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യമേ പോയത് ആമനയുടെ റൂമിലേക്കാണ് കേട്ടോ. ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വിളിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇരുന്ന് കേട്ടോ. മന്തിയായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. നോർമൽ മന്തിയെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം അൽഫാം മന്തി തന്നെയാണ്. ഫസ്റ്റ് ഇരുന്നത് കുട്ടിപ്പട്ടാളങ്ങളാണ് കേട്ടോ. കൂടെ ഞാനും മാമച്ചിയും കൂടി ഇരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ചെണീറ്റപ്പോ പിന്നെ ഉമ്മച്ചിമായും മൂത്തുമായൊക്കെ ഇരുന്നു. അവരിരുന്ന് ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഞാൻ ക്ഷീണം കൊണ്ട് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. ആമനയുടെ സിസ്റ്ററിലേക്ക് 3 കുട്ടികളുണ്ട് കേട്ടോ. അതിൽ 2 പേര് തീരെ ചെറുതാണ്. അവര് രണ്ടുമാണ് കേട്ടോ ആമനയുടെ ഇവിടുത്തെ മെയിൻ കൂട്ടി. ഈ കുഞ്ഞാളിന്റെ പേരാണ് കേട്ടോ മറിയ. അങ്ങനെ ഞാൻ അവരോട് ഹായ് ഒക്കെ പറയാൻ പറഞ്ഞപ്പോൾ ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനും അൽഫാനും ആമിനായും കൂടി ചേർന്ന് യൂട്യൂബിന്റെ വ്യൂസിനെ പറ്റിയൊക്കെ സംസാരിക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ടോയുടെ പ്രശ്നത്തിൽ എന്റെ മോൻ എന്നെ തിരക്കി വന്നു. അവനാണെങ്കിൽ മറിയത്തിന്റെ ഇരിക്കുന്ന ടോയ് അപ്പ വേണം. അങ്ങനെ ഞാൻ അവനെ വീഡിയോ എടുക്കുന്നതൊക്കെ കാണിച്ചു കൊടുത്തു. ഒരു ഹായ് ഒക്കെ പറയാൻ പറഞ്ഞപ്പോൾ ഒന്ന് കൂളായി. അത്യാവശ്യം ചൂടൊക്കെ മാറിയപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും പുറത്തേക്ക് പോയി കണ്ടോ. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. വയലും റോഡും ഒക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെ. ഈ മുറ്റത്ത് തന്നെ വേറൊരു മരം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് മുറിച്ചപ്പം അത്യാവശ്യം ചൂടായി. പിന്നെ ഞങ്ങൾ ആമനാക്ക് ടാറ്റ ബൈ ബൈ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. എന്നിട്ട് ആലങ്കോട്ടേക്ക് പോണ വഴി ഞങ്ങൾ കുറച്ച് ഉപ്പിലിട്ടതൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടാണ് പോയത് കേട്ടോ. വണ്ടി ഓടിക്കുന്ന ടൈമിൽ സ്പീഡിന് വന്ന് ഓവർടേക്ക് ചെയ്യുന്നവരെ പറ്റിയാണ് എൻ്റെ ഉമ്മ പറയുന്നത്. ആ ടൈമിലാണെങ്കിൽ ബാക്ക് സീറ്റിൽ എൻ്റെ മോൻ വാപ്പച്ചിയുടെ ഗ്ലാസ് എടുത്ത് വെച്ചേക്കുന്നത്. ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.